എന്നെക്കുറിച്ച് മറ്റുള്ളവർ എന്ത് വിചാരിക്കുമെന്ന ചിന്ത നിങ്ങൾക്കുള്ളിടത്തോളം കാലം നിങ്ങൾ ഒരിക്കലും ഒരിടത്തും വിജയിക്കില്ല. ജീവിതത്തിൽ വിജയിച്ച ഒരാൾ പോലും അങ്ങനെ വിചാരിക്കില്ല. മറ്റുള്ളവർ എന്തെല്ലാം പറയും, നിങ്ങൾ അതിലേക്ക് മാത്രം ഫോക്കസ് ചെയ്തിരുന്നാൽ നിങ്ങളുടെ കഴിവുകളെ, നിങ്ങൾ അച്ചീവ് ചെയ്യേണ്ട ഗോളുകൾ, നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ എല്ലാം നിങ്ങൾ മാറ്റിവെച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് അതേക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട്, അല്ലേ? മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് എന്ത് വിചാരിക്കുമെന്ന് വിചാരിച്ചാലും, മറ്റുള്ളവരെക്കുറിച്ച് അതേപോലെ നമ്മൾ വിചാരിച്ചാലും നമുക്ക് നമ്മളെ ജീവിക്കാൻ കഴിയില്ല. ഈ വിചാരമാണ് നമ്മുടെ ജന്മം മുഴുവൻ പാഴാക്കി കളയുന്നത്. മറ്റുള്ളവർ നിങ്ങളെക്കുറിച്ച് മോശമായി വിചാരിച്ചു എന്നിരിക്കട്ടെ, നിങ്ങൾക്കതുകൊണ്ട് എന്താണ് വിഷയം? എന്തെല്ലാം ആൾക്കാർ പറയും, അവരതങ്ങ് പറഞ്ഞോട്ടെ എന്ന് വെക്കണം. അവരാണോ നിങ്ങൾക്ക് ചെലവിന് തരുന്നത്? നിങ്ങൾ എന്ത് ചെയ്താലും അവർ മോശമായി പറയൂ, അവരത് പറഞ്ഞോട്ടെ എന്ന് വെക്കണം. നിങ്ങൾ എത്ര നല്ലതാണെങ്കിലും എത്ര ചീത്തയാണെങ്കിലും ആളുകൾ അവരുടെ മൂഡിനും ആവശ്യങ്ങൾക്കും അനുസരിച്ചേ നിങ്ങളെ ജഡ്ജ് ചെയ്യൂ. ചിലപ്പോൾ നിങ്ങളോട് ശത്രുത ഉള്ളതുകൊണ്ടൊന്നും ആയിരിക്കില്ല അവർ പറയുന്നത്, മറിച്ച് അവൻ അല്ലെങ്കിൽ അവൾ അത്ര അങ്ങ് പൊങ്ങണ്ട എന്നുള്ളൊരു ജലസി അവരുടെ മനസ്സിൽ കിടക്കുന്നു. നിങ്ങളെ ഉയർച്ച അവർക്ക് താങ്ങാൻ പറ്റില്ല, അതുകൊണ്ടാണ്. പുറകിലേക്ക് നോക്കി നെടുവേർപ്പെടുന്നവരുടെ മുന്നോട്ടുള്ള യാത്ര എപ്പോഴും തടസ്സപ്പെട്ടുകൊണ്ടിരിക്കും. നമ്മൾ ചെയ്യുന്നത് എന്തോ അതുമായി അങ്ങ് മുന്നോട്ട് പോകണം. ഈ ഷൈനസും സ്റ്റേജ് ഫിയറും ഒക്കെ പണ്ടത്തെ കാര്യമാണ്. ഇന്ന് ലോകം മാറി, മത്സരങ്ങളുടെ ലോകമാണ്. ഇടിച്ചിടിച്ച് നിൽക്കാത്തവന് ജീവിക്കാനൊക്കില്ല. ലോകം മുഴുവൻ അവനവന്റെ കഴിവുകളെ അവനവന്റെ ഫോണിലൂടെ ലോകത്തിന് മുൻപിൽ കൊണ്ടുവരുന്ന സമയമാണ്. നിങ്ങളുടെ മനസ്സാക്ഷി പറയും പോലും ചെയ്ത് മുന്നോട്ട് പോകൂ. മറ്റാരെയും നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട കാര്യമേ ഇല്ല. അങ്ങനെ ജീവിച്ചു തോന്നിക്കേ, നല്ല രസമാണ്. തുറക്കട്ടെ മനസ്സുകൾ.